ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ചാപ്റ്റർ ഇസ് ലെസൺ 2 മേരി കോംസ് ഇൻ്റർവ്യൂ. മേരി കോമിനെ എല്ലാവർക്കും പരിചയമായിരിക്കും. വേൾഡ് റിനൗഡ് ബോക്സറാണ്. വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ നേടിയിട്ടുള്ള ഒരു ലേഡിയാണ്. ഇപ്പം അടുത്ത് ന്യൂസിലും ഒക്കെ നമുക്ക് ഒരുപാട് വായിക്കാനിടയായിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടറാണ് ഈ ഒരു മേരി കോം എന്ന് പറയുന്നത്. അപ്പോൾ ആ മേരി കോമിൻ്റെ ലൈഫിൻ്റെ ഇൻ്റർവ്യൂ, ലൈഫ് സ്റ്റോറിയാണ് ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഒരുപാട് പാർട്സ് ആയിട്ടാണ് അല്ലെങ്കിൽ സെഗ്മെൻ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും പലതരം ടോപ്പിക്കുകളാണ് ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, സ്ട്രഗിൾസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, മേരി കോമിൻ്റെ മോട്ടിവേഷൻ, ട്രെയിനിങ്, അതുപോലെ തന്നെ മേരി കോമിൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സും, അതുപോലെ തന്നെ ലൈഫിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ മൊത്തത്തിൽ സമ്മറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോ സെഗ്മെൻറ്റും എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ആളുടെ ഒരു ഏർലി ലൈഫിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മേരി കോമിൻ്റെ ഏർലി ലൈഫ് തുടങ്ങുന്നത് മണിപ്പൂരിലാണ്. ജനിക്കുന്നത് മണിപ്പൂരിലാണ്. 1982 ജനിക്കുന്നത്. വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലെ പാരൻസിൻ്റെ മകളായിട്ടാണ് ഈ മേരി കോം ജനിക്കുന്നത്. പാരൻസിനാണെങ്കിൽ സാധാരണ കൂലിവേലയാണ് ജോലി, അതായത് പാടത്തും ഒക്കെ ജോലിക്ക് പോവുക, അങ്ങനെ വളരെ ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ളൊരു ലൈഫായിരുന്നു മേരി കോമിൻ്റെ ചൈൽഡ്ഹുഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ യങ് ഏജിലെ തൊട്ടിട്ട് സ്പോർട്സൊക്കെ കളിക്കാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഈ മേരി കോം. വോളിബോൾ ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, അത്ലറ്റിക്സ് ആവട്ടെ, എല്ലാത്തിലും ഈ ഒരു മേരി കോം അവരുടെ കഴിവ് തെളിയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മേരി കോമിന് പുറത്തുള്ള ആക്ടിവിറ്റീസിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ പുറത്ത് പോയി കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലോടൊക്കെ ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് ആദ്യമൊക്കെ പാരൻസ് വളരെ എതിർത്തിരുന്നു. അല്ലെങ്കിൽ ആദ്യമൊക്കെ വോളിബോൾ കളിക്കാനാവട്ടെ, ഫുട്ബോൾ കളിക്കാനാവട്ടെ ഒക്കെ പുറത്ത് പോകാമെന്ന് പറയുന്നത് മേരി കോമിന് തന്നെ വളരെ ഡിസ്കംഫർട്ടായിരുന്നു. കാരണം വീട്ടിലൊക്കെ കള്ളം പറഞ്ഞിട്ട് വേണം പോവാനായിട്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവരുടെ ലൈഫ്. വളരെ ഗ്രാമപ്രദേശം പോലുള്ള ഒരു ഏരിയയിലെ പാരൻസ് ആകുമ്പോൾ അവരുടെ ചിന്താഗതിയും അത്രത്തോളം തന്നെ ചെറുതായിരിക്കും. അപ്പം പെൺമക്കളെ, എസ്പെഷ്യലി പെൺമക്കളെ പുറത്ത് വിടുക, ഇങ്ങനെ കളിക്കാൻ വിടുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. ആ സമയത്താണ് ഈ ഒരു മേരി കോമിന് ഒരു ഇൻസ്പിറേഷൻ സംഭവിക്കുന്നത്. ഡിങ്കോ സിംഗ് എന്ന് പറയുന്ന ഒരു ലേഡി ക്യാരക്ടറിൻ്റെ സക്സസ്സിൽ നിന്ന് വളരെ ഇൻസ്പയർഡ് ആയിട്ട് ആ ഒരു സ്ത്രീയെ പോലെ തന്നെ ലൈഫിൽ വലിയ സക്സസ് കൈവരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് മേരി കോം ചെയ്യുന്നത്. പിന്നീട് വളരെ സീക്രട്ടായിട്ട് ബോക്സിംഗ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ പാരൻസിൻ്റെ ഡിസപ്രൂവൽ വളരെ ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻസ് പിടിക്കുമോ അല്ലെങ്കിൽ പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, ഇനി പിന്നെ പഠിക്കാൻ വിടില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് സീക്രട്ടായിട്ടാണ് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസ്പിറേഷൻ ലേഡി എന്ന് പറയുന്നത് ഡിങ്കോ സിംഗ്, അതൊരു മണിപ്പൂർ ബോക്സർ തന്നെയായിരുന്നു. ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തെ ആളുടെ ഒരു ലൈഫും അല്ലെങ്കിൽ ആളുടെ ഒരു ഹാപ്പിനെസ്സും മറ്റൊക്കെ കാണുമ്പോഴാണ്, അതൊക്കെ കണ്ടിട്ടാണ് ഇവൾക്കും, അതായത് മേരി കോമിനും അതുപോലൊരു ബോക്സിംഗ് ലൈഫ് ചൂസ് ചെയ്യണമെന്നും ആ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം തോന്നിയത്. അങ്ങനെ ആ സമയത്താണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്നത് ആ ഒരു സമയത്താണ്. എന്നിട്ട് ഒരിക്കൽ ഈ ഒരു സീക്രട്ടായിട്ട് തന്നെ കോച്ചിങ് എടുക്കുന്ന സമയത്ത് മണിപ്പൂർ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2000 മണിപ്പൂർ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഈ മേരി കോം പങ്കെടുക്കുകയാണ്. അതിനുശേഷം വളരെ വലിയ വിജയം ഈ ഒരു മേരി കോമിന് സംഭവിക്കുകയും പിന്നീട് അതുവഴിയാണ് വളരെ ഫേമസ് ആവാനൊക്കെ തുടങ്ങിയത് തന്നെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ശേഷമാണ്. ആ 2000 നടന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ബേസിലാണ് മേരി കോം കുറച്ചെങ്കിലും ഫെയിം ആവാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് പാരൻസും ഒക്കെ മനസ്സിലാക്കുന്നത് അവരുടെ കുട്ടിക്ക് ഇത്രയും നല്ല കഴിവുണ്ട്, ഇനി ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റാവുന്ന അത്രയും വലിയൊരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് അവരുടെ മക്കൾ എന്നൊക്കെ അപ്പോഴാണ് ഈ പാരൻസൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇനീഷ്യൽ ടൈമിൽ തുടക്കകാലത്തൊക്കെ പാരൻസ് ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം അവരുടെ ഒരു ചിന്താഗതിയിൽ ബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു ഗേൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല, അല്ലെങ്കിൽ ഗേൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ബോക്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വില്ലേജിലുള്ള എല്ലാവരും ഈ അച്ഛനമ്മനെ ആവട്ടെ അല്ലെങ്കിൽ ഇവളെ ആവട്ടെ ഒത്തിരി ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഇവളുടെ ഈ ഒരു തീരുമാനത്തിനെ.
പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മറച്ച് അല്ലെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരുന്നു ആ ഒരു മണിപ്പൂർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അവൾ കരസ്ഥമാക്കുന്നതും അതിൽ വലിയ ഫേമസ് ആയിട്ട് മാറുന്നതൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്തായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർഡ് വർക്ക് ആൻഡ് ട്രെയിനിങ് ടൈം. എന്തായിരുന്നു അവരുടെ ഒരു ഹാർഡ് വർക്ക്, എങ്ങനെയായിരുന്നു അവരുടെ ട്രെയിനിങ് ടൈം എന്നൊക്കെ ഉള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ബോക്സിങ്ങിൽ ഒത്തിരി പാഷനേറ്റ് ആയിട്ട് തന്നെ ബോക്സിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ആവേശത്തിൽ തന്നെ അതിരാവിലെ എഴുന്നേൽക്കും. ഇനി വൈകുന്നേരം വരെയും ഗെയിം കളിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു അവർ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തിരുന്നത്. ലൈഫിൽ എന്തൊരു ഒബ്സ്റ്റക്കിൾസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള വലിയ കോൺഫിഡൻസിലായിരുന്നു ഈ ഒരു മേരി കോം തുടക്കകാലത്ത് തൻ്റെ പ്രാക്ടീസിങ് സെഷൻസൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, ഒരിക്കലും വിട്ടുകൊടുക്കാത്തൊരു മൈൻഡ് സെറ്റായിരുന്നു ഈ മേരി കോമിൻ്റെത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ പോലും അതിലങ്ങനെ ബ്ലെയിം ചെയ്തിരിക്കാതെയോ മറ്റും ചെയ്യാതെ പെട്ടെന്ന് തന്നെ എന്ത് പ്രശ്നം പറ്റിയാലും അതിനെ ഓവർകം ചെയ്ത് ആ ഒരു ഒബ്സ്റ്റക്കിൾസിനൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിരുന്നു മേരി കോമിന് എപ്പോഴും തന്നെ ഉണ്ടായിരുന്നത്. ലൈഫിൽ എപ്പോഴെങ്കിലും ഫെയിലായി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും മാച്ചിൽ ഫെയിലായി പോവുക ഒക്കെ ചെയ്താൽ ഇഞ്ചോറായിട്ട് കളിക്കാൻ പറ്റാതൊക്കെ ഇരുന്നാൽ പോലും അതിനെ വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സ് ഈ മേരി കോമിന് ഉണ്ടായിട്ടില്ല. ഇനി മേരി കോമിൻ്റെ മെയിനായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ആദ്യമേ പറയുകയാണെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് തൻ്റെ ആ ഒരു ലൈഫിൽ നേടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും നമുക്ക് ഹോണറബിൾ ആൻഡ് പ്രസ്റ്റീജിയസ് അവാർഡായിട്ടുള്ള പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, ആൻഡ് പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ, ആൻഡ് ഓൾസോ രാജ്യസഭ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 5 ടൈം വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ, അതുപോലെ ഏഷ്യൻ ഗെയിംസ് വിന്നർ, ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ബോക്സർ ടു റിസീവ് ഗ്ലോബൽ റെക്കഗ്നിഷൻ. ഇതൊക്കെയാണ് ഈ ഒരു മേരി കോമിൻ്റെ ലൈഫിൽ അവർ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവാർഡുകൾ. ഇനി ഈ ഒരു ഇൻ്റർവ്യൂ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്, ലൈഫിൻ്റെ കുറച്ച് വാല്യൂസ്. നമുക്ക് ഈ ഒരു വാല്യൂസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മേരി കോമിൻ്റെ ലൈഫിലെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് മേരി കോമിനെ നമുക്ക് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. കാരണം അത്രയും കാലം വരെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു ബോക്സർ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്ന ഒരു ബോക്സർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മേരി കോമിനെ യാതൊരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഈ ഒരു മേരി കോം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ റോൾ മോഡൽ ഫോർ ജനറേഷൻസ് ടു കം. ഇനി വരാനിരിക്കുന്നതും ഇപ്പോൾ ഉള്ള ജനറേഷനും എന്നും ഒരു റോൾ മോഡലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മേരി കോമിനെ കാണാനായിട്ട് പറ്റും. ഹാർഡ് വർക്ക് എപ്പോഴും നമുക്ക് റിവാർഡ് തന്നുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് മേരി കോമിൻ്റെ ലൈഫ് വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസിനെ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. ഡ്രീമാണ് സോളിൻ്റെ ഫ്യൂവൽ. ഡ്രീം ഇല്ലെങ്കിൽ അത് സോള് വെറുതെയാണ്, ആ സോളുകൊണ്ട് പിന്നെ യൂസ് ഇല്ല. അപ്പോൾ ഇവിടെ ഡ്രീമിന് ഒരിക്കൽ പോലും ഗിവ് അപ്പ് ചെയ്യാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് മേരി കോമിനെ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് അനദർ വൺ ഈസ് ഡിസിപ്ലിൻ ഈസ് ദ കീ. ഇവിടെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്രയും വലിയ സക്സസ് മേരി കോമിനെ വെയിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഗേൾസ് എന്ന് പറയുന്നത് ഇന്ന ഫീൽഡിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരൊന്നുമല്ല. ഗേൾസിനാവട്ടെ ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും അവർക്ക് സക്സസ് ആവാം, വർക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷൻസോ റെസിസ്റ്റൻസോ ഒന്നും തന്നെ ഇല്ലയെന്നും ഈ ഒരു മേരി കോമിൻ്റെ ഇൻ്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോവർട്ടി, നമ്മൾ വന്നിട്ടുള്ള സിറ്റുവേഷൻ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ പാരൻസിൻ്റെ അവസ്ഥ, ഇതൊന്നും തന്നെ നമ്മുടെ ഡ്രീമിനോ ഡിറ്റർമിനേഷനോ ഉള്ള കാരണങ്ങളല്ല, അല്ലെങ്കിൽ ബാരിയേഴ്സ് അല്ല, തടസ്സങ്ങളല്ല. ഇതൊക്കെയും തന്നെ നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള റീസൺസ് ആണ്. ഇനി മേരി കോമിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കുറേ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, മേരി കോം അവരുടെ ലൈഫിലെ ഫസ്റ്റ് ഗോൾഡ് മെഡൽ, വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഗോൾഡ് മെഡൽ നേടുന്നത് 2002 അപ്പോൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് തുർക്കിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ തുർക്കിയിൽ വെച്ചിട്ടുണ്ടായ ഈ ഒരു ചാമ്പ്യൻഷിപ്പ്
കോമ്പറ്റീഷനിൽ ആൾ നേടിയിട്ടുള്ള ആ ഒരു ഗോൾഡ് മെഡലാണ് ലൈഫിലെ തന്നെ അല്ലെങ്കിൽ തൻ്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചതോ അല്ലെങ്കിൽ കരിയറിൻ്റെ തുടക്കം കുറിച്ചതോ ആയിട്ടുള്ളത് ഈ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ഇത് അവരുടെ ലൈഫിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഇവരുടെ ഈ ഒരു വിന്നിങ്ങിലൂടെയാണ് വുമൺ ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഗ്ലോബൽ ലെവലിലോട്ട് ഡോമിനൻ്റ് ആയി വരുന്നത്. അതുവരെയും വുമണിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ബോക്സിങ്ങിലൊരു പൊസിഷനോ അല്ലെങ്കിൽ ഒരു ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വുമൺ എന്ന് പറയുന്നത് ബോക്സിങ്ങിൽ എവിടെയും തന്നെ കാണാണ്ട് പോയിരുന്നു, അല്ലെങ്കിൽ ബോക്സിങ്ങിൽ ആരും തന്നെ വുമൺ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇല്ലാത്തൊരു സമയത്താണ് ഈ ഒരു മേരി കോം വുമൺ റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരുന്നതും അങ്ങനെയാണ് ഇവരൊരു ഗ്ലോബൽ ലെവലിലോട്ട് വുമൺ ബോക്സിങ്ങിനെ ഉയർത്തുന്നതും. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ ലൈഫിലെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അത് അവരുടെ മാത്രം പ്രൗഡ് മൊമെൻ്റ് അല്ല, നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടും വേണമെങ്കിൽ പറയാം. ഞാൻ ഫസ്റ്റ് ഭാഗത്ത് പറഞ്ഞിരുന്നു ഈ ബോക്സിംഗ് കരിയറിനെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഇവരുടെ പാരൻസ് ഒത്തിരി എതിർത്തിരുന്നു. കാരണം സൊസൈറ്റി കാരണവും പിന്നെ അതുപോലെ തന്നെ മേരി കോമിന് ഉണ്ടായിരിക്കുന്ന ഇഞ്ചുറീനെ ഭയന്നിട്ടൊക്കെയാണ് അവരതിനെ വേണ്ടാന്ന് വെച്ചിരുന്നത്. പക്ഷേ ഈ ഒരു അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചത് ന്യൂസ് പേപ്പറിൽ വന്നൊരു ഫോട്ടോഗ്രാഫാണ്. ഈ മണിപ്പൂർ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് അതിൽ മേരി കോം വിന്നായതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ന്യൂസ് പേപ്പറിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് മനസ്സിലായത് മേരി കോമിൻ്റെ ഉള്ളിലുള്ള ടാലൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒരിക്കലും ഇഗ്നോർ ചെയ്ത് കളയാനും പാകത്തിനുള്ളതല്ല. ഒരുപാട് പൊട്ടൻഷ്യലും പാഷനേറ്റും ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇവരും. അവരെ സപ്പോർട്ട് ചെയ്താൽ അവരുടെ ഡ്രീം അത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത് പിന്നീട് അങ്ങോട്ട് പാരൻസ് തന്നെയാണ്. അങ്ങനെ പാരൻസിൻ്റെ ഒരുപാട് ഡിറ്റർമിനേഷനും കോൺഫിഡൻസും ഒക്കെ പാരൻസും ഈ ഒരു മേരി കോമിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയും അവരുടെ ആ ഒരു ലൈഫിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മേരി കോമിനെ പറ്റിയിട്ട് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി മേരി കോം എൻറ്റേർഡ് എ മെയിൽ ഡോമിനേറ്റഡ് സ്പോർട്ട് അറ്റ് ടൈം വെൻ വുമൺ ഇൻ ബോക്സിംഗ് വെർ റയർ. വുമൺ വളരെ റയറായിട്ടുള്ളൊരു സമയത്താണ് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്ട് ഐറ്റമിലോട്ട് മേരി കോം കടന്നു വരുന്നത്, എസ്പെഷ്യലി ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്കൊരു സിമ്പിൾ ഓഫ് എംപവർമെൻറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആയിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫീമെയിൽ അത്ലറ്റിക്സിനെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് കാരണമായിട്ടുണ്ട് ഈ ഒരു മേരി കോം എന്ന് പറയുന്നതും അവരുടെ ഒരു സക്സസ്സും മറ്റെല്ലാതും. യങ് ആയിട്ടുള്ള ഫീമെയിൽ അത്ലറ്റ്സിനെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് അവരെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും മറ്റും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മേരി കോമിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, സെക്കൻഡ് ലെസൺ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.